ആൺസുഹൃത്തിനെ രക്ഷിക്കാൻ വന്യവയോധികനെ പെൺകുട്ടി പ്രതിയാക്കി. ആലപ്പുഴയിലാണ് ഈ സംഭവം. ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ഒരു സ്കൂളിലെ ഒരു പെൺകുട്ടി തൻ്റെ ക്ലാസ്സിലെ മറ്റു കുട്ടികളുടെ അടുത്ത് പറഞ്ഞു തന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന്. ആ വിവരം അവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പളിനെ അറിയിച്ചു. അവർ പോലീസിൽ പരാതിപ്പെട്ടു. ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. അപ്പോഴാണല്ലേ സ്കൂളിലെ സെക്യൂരിറ്റിക്കാരനായ ഒരു വന്യവയോധികൻ 75 വയസ്സുകാരനാണ് പീഡിപ്പിച്ചതെന്ന് തൻ്റെ ആൺസുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ ഒരു കള്ളം പറഞ്ഞു. ആ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. പോലീസ് അത് ചൂഴ്ന്ന് അന്വേഷിച്ചില്ല എന്ന് തോന്നുന്നു. ഏതായാലും ആ പെൺകുട്ടിയെ കോടതി വിസ്തരിച്ചു. ചെങ്ങന്നൂർ പോക്സോ സ്പെഷ്യൽ കോടതിയാണ്. ആലപ്പുഴ അഡീഷണൽ ജില്ലാ ജഡ്ജി ആണ് ചെങ്ങന്നൂർ പോക്സോ കോടതിയിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ബെഞ്ചിലായിരുന്നു കേസിൻ്റെ വിചാരണ നടന്നത്. 2022 ഓഗസ്റ്റിലാണ് ഈ സംഭവം. ആലപ്പുഴ നോർത്ത് പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്ത കേസാണ്. 75 വയസ്സുകാരനായ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പ്രതിയായി 285 ദിവസം ജയിലിൽ കിടന്നു. 9 മാസവും 15 ദിവസവും ജയിലിൽ കിടന്നു. അതിനുശേഷം ജാമ്യം കിട്ടി. പെട്ടെന്ന് വിചാരണ അങ്ങ് നടന്നു. കോടതിയിലെ പെൺകുട്ടിയെ വിസ്തരിച്ചപ്പം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വന്യവയോധികൻ 75കാരൻ നിരപരാധിയാണ്, താൻ മനഃപൂർവ്വം പറഞ്ഞതാണ്, തൻ്റെ ആൺസുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് മൊഴി കൊടുത്തു. സ്കൂളിലെ ടീച്ചർമാരെയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 9 പേരെ അവിടെ വിസ്തരിച്ച് മൊഴിയെടുത്തിരുന്നു. അവരെല്ലാവരും ഈ വന്യവയോധികന്റെ പേരാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ കുട്ടി അങ്ങനെയാണല്ലോ ആദ്യം പറഞ്ഞ വിവരമല്ലേ കോടതി പറയാൻ ഒക്കൂ. അതുകൊണ്ട് പിന്നീട് യഥാർത്ഥത്തിലെ കോടതിയിലെ സിറ്റുവേഷനും കോടതിയിലെ ട്രയലും നിരപരാധി ക്രൂശിക്കപ്പെടുമെന്ന് ആ കുട്ടിക്ക് മനസ്സിലായി. ആ സന്ദർഭത്തിൽ കോടതിയിലെ വന്യവയോധികൻ നിരപരാധിയാണെന്നും തൻ്റെ ആൺസുഹൃത്താണ് തന്നെ പീഡിപ്പിച്ചതെന്നും മൊഴി കൊടുത്തു. കോടതി എന്തായാലും അത് പരിഗണിച്ചു. അവിടുത്തെ ജഡ്ജിയുടെ മുമ്പിൽ 9 പേര് സ്കൂളിലുള്ളവർ മൊഴി കൊടുത്തിരുന്നെങ്കിലും പെൺകുട്ടിയുടെ മൊഴി വിശ്വസിച്ച് കോടതി മുന്നോട്ട് പോയി. ക്ലാസ് ടീച്ചർ ഉൾപ്പെടെയുള്ള 9 പേരെയാണ് വിസ്തരിച്ചത്. അഡീഷണൽ ആലപ്പുഴ ജില്ലാ ജഡ്ജി റോയി വർഗീസ് അദ്ദേഹത്തിന്റെ ബെഞ്ചിലാണ്. ഏതായാലും പുതിയ ആൺസുഹൃത്തിന്റെ പേര് വെളിപ്പെടുത്തിയോടുകൂടി അയാളെ പ്രതിയാക്കി കേസെടുക്കാൻ കോടതി നിർബന്ധിതമായി. ഏതായാലും പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് വന്ന വയോധികനെ കോടതി വെറുതെ വിട്ടു. കോടതിയിലെ പോലീസ് ഇതിനെ സംബന്ധിച്ച് പെൺകുട്ടിയുടെ ആദ്യത്തെ മൊഴി അനുസരിച്ച് ഈ വന്യവയോധികൻ നിരപരാധിയാണ് എന്ന് കണ്ട് വീണ്ടും പോലീസിലേക്ക് അതൊരു റെഫർ ചെയ്തു. പോലീസിന് അഡീഷണൽ കുറ്റം വീണ്ടും കൊടുത്തു. ആ കുറ്റചാർജിനകത്ത് ഇയാളെ തന്നെ വീണ്ടും പ്രതിയാക്കി. പോലീസ് പിടിച്ചെടുത്ത് നിൽക്കുകയാണ്. സത്യം എന്താണെന്ന് പോലീസിന് മനസ്സിലായില്ല. ആ കേസിന്റെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ ആരായാലും ശരി, വികലമായ ഒരു അന്വേഷണം തന്നെ, അപകടകരമായ ഒരു അന്വേഷണം തന്നെ. നിരപരാധി 9 മാസവും 15 ദിവസവും ജയിലിൽ കിടന്നു എന്നുള്ളതാണ്. ഈ സെക്യൂരിറ്റിക്കാരൻ ആ പെൺകുട്ടിയുടെ വീട്ടിൽ വരുമായിരുന്നു. പെൺകുട്ടിയുടെ പിതാവ് കൊച്ചിനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് നാളുകളേറെയായി. ഒറ്റയ്ക്കാണ് അമ്മയും മകളും താമസിക്കുന്നത്. കുട്ടിയുടെ പിതാവ് അവിടെ നിന്ന് കടന്നു കളഞ്ഞു, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു പോയി എന്ന് മനസ്സിലാക്കിയ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ വരും. കാരണം അമ്മയും മകളും ഒന്നിച്ചാണ്, അവർ തനിച്ചാണ്. അവിടെ വന്ന് ലോഹ്യം പറഞ്ഞിട്ട് പോകും. 75 വയസ്സുള്ള ആളാണ്. സ്വാഭാവികമായിട്ട് അയാൾ പീഡിപ്പിച്ചെന്ന് പറഞ്ഞപ്പം അത് പോലീസ് വിശ്വസിച്ചിട്ടുണ്ടാവും. അത് ആ സ്കൂളിലെ മറ്റു കുട്ടികളും അവിടുത്തെ മുഖ്യ ടീച്ചർമാരും ഒക്കെ വിശ്വസിച്ചിട്ടുണ്ടാവും. പക്ഷേ കുട്ടികളുടെ മൊഴി എപ്പോഴും പോലീസ് ശ്രദ്ധിക്കണം. അത് മാറി മറിഞ്ഞൊക്കെ പോയിക്കൊണ്ടിരിക്കും. അവർക്കൊരു പക്വമല്ലാത്ത മനസ്സുണ്ട്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് മൊഴി പറയും.
ആ സാഹചര്യം അനുസരിച്ച് അവർ മൊഴി മാറ്റും. അപ്പോഴപ്പം തോന്നുന്ന വികാരം കുട്ടികൾക്കാണ് ഇരുത്തം എന്ന ഒരു ചിന്തയില്ല. പലർക്കും ഇത് പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി, ഒരു കുട്ടി 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ അതിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ടെന്ന് പോലീസ് നോക്കണം. കാരണം സാഹചര്യം ചിലപ്പം ഇദ്ദേഹത്തിന് ഈ വയോധികന് എതിരായിരിക്കും. കാരണം പ്രായമുള്ള ആളാണ്, ആ വീട്ടിൽ വരുന്ന ആളാണ്, അമ്മയും മകളുടെ അടുത്ത് സംസാരിച്ചിട്ട് പോകും പതിവായിട്ട്. അത് അവരുടെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിന് തോന്നിയതാണ്. അത് വളരെ വിനയായി അദ്ദേഹത്തിനെ പ്രതിയാക്കി കൊച്ചു ആൺസുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം വീട്ടിൽ വരുന്ന ഇങ്ങേരുടെ പേര് പറഞ്ഞു. പക്ഷെ കോടതി വന്നു കഴിഞ്ഞ് ഇത് നിരപരാധി ശിക്ഷിച്ച് ജയിലിനുള്ളിൽ പോകുമെന്ന് കുട്ടിക്ക് ബോധ്യമായി. അതോടുകൂടി ആ മൊഴി സത്യസന്ധമായി കുട്ടി കോടതിയുടെ മുമ്പിൽ പറഞ്ഞു. ഇദ്ദേഹമല്ല പ്രതി, അത് പീഡിപ്പിച്ചത് തൻ്റെ ആൺസുഹൃത്താണ്. എന്തായാലും പ്രതിക്ക് വേണ്ടി ഹാജരായ 2 വക്കീലന്മാരുണ്ട്. അവർ കൃത്യമായി അവരുടെ ജോലി ചെയ്തു എന്നുള്ളതാണ്. അവരെ പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ബൈജുവും അഡ്വക്കേറ്റ് സക്രിയയും നല്ല ജോലി ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ അഭിനന്ദനം അറിയിക്കുന്നു. ആ 2 വക്കീലന്മാരുടെ പ്രവൃത്തി കൊണ്ടും കോടതിയിൽ അവരുടെ അറ്റൻഷൻ കൊണ്ടും മാത്രമാണ് ആ 75 വയസ്സുകാരൻ രക്ഷപ്പെട്ടത്. എങ്കിലും 9 മാസവും 15 ദിവസം നിരപരാധി ജയിലിൽ കിടന്നുള്ളത് നമുക്ക് പരിഗണിക്കേണ്ടി വരും, കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് ഒരു കോമ്പൻസേഷൻ കൊടുക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് 3 പേര് നിരപരാധികളെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ ആൾക്ക് അവര് ജീവപര്യന്തം തടവിന് കുറെ വർഷങ്ങളോളം ജയിലിൽ കിടന്നു. കോമ്പൻസേഷൻ കൊടുക്കാൻ 5 ലക്ഷം രൂപ വെച്ച് 3 പേർക്ക് കൊടുക്കാൻ വിധിയായി. അത് പോലീസ് ഉദ്യോഗസ്ഥർ അത് കാണണം, പഠിക്കണം. രാഷ്ട്രീയമായ ചില താല്പര്യങ്ങൾ തോന്നാം, ഒരു കേസിന്റെ അന്വേഷണം വികലമായി നടത്താം. ആ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് തോന്നും ഇയാൾ തന്നെയാണ് കുറ്റക്കാരൻ, യഥാർത്ഥത്തിൽ അയാളല്ലാവും. ഇങ്ങനെ ധാരാളം അബദ്ധങ്ങൾ പോലീസിന് വരുന്നുണ്ട് ഈ കാലത്ത്. ഇരുത്തം വന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരില്ല. ഏതെങ്കിലും ഒരു അഡീഷണൽ SIO അല്ലെന്നെങ്കിൽ ഒരു സിവിൽ പോലീസ് ഓഫീസറോ അവര് അന്വേഷിക്കുന്നത് അതേപടി അംഗീകരിച്ചുകൊണ്ട് ചാർജ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരാക്കുന്ന പ്രവണത കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഉണ്ട്. ചില ആൾക്കാർ അവർ പറയുന്നത് അന്വേഷണത്തിന് അവരുടെ രീതികൾ, അത് ഒരു DYSP റാങ്കിലുള്ള ആള് എപ്പോഴും ആരാണ് കുറ്റചാർജ് കൊടുക്കുന്നത് അവര് അത് വെരിഫൈ ചെയ്യണം. മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ ഈ പോക്സോ കേസ് അന്വേഷിച്ച ഒരു DYSP ആയിരിക്കാം, എങ്കിൽ തന്നെയും ചാർജ് ഷീറ്റ് കൊടുക്കുന്ന DYSP വീണ്ടും അത് അന്വേഷണം നോക്കണം, ക്രോസ് ചെക്ക് ചെയ്യണം. പ്രത്യേകിച്ച് കുട്ടികൾ സാക്ഷികളായി വരുമ്പോൾ അവരുടെ മൊഴി ചെക്ക് ചെയ്യണം, പല പ്രാവശ്യം ചെക്ക് ചെയ്യണം. കാരണം ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റും. ഇപ്പോൾ ഏകദേശം 9.5 മാസത്തോളം ഒരാൾ ജയിലിൽ കിടന്നു. ആരാണ് കുറ്റക്കാര്? അയാളൊരു കുറ്റം ചെയ്തിട്ടില്ല. ആ വീട്ടിലെ അമ്മയോടും കൊച്ചിനോടും സൗഹൃദം കാണിച്ചെന്നല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഇപ്പം ഒരു നിരീക്ഷണത്തിലെ നിരപരാധികളെ ഇതുപോലെ കുരുക്കിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞപ്പം ഗവൺമെന്റ് ആ പൈസ കൊടുക്കാനായിട്ട് ഡയറക്ഷൻ വന്നപ്പം ഗവൺമെന്റ് പറയുന്നത് ഗവൺമെന്റ് ഉത്തരവാദികളല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കുഴപ്പം കൊണ്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ പെൻഷനിൽ നിന്നോ അവരുടെ വസ്തുക്കളിൽ നിന്നോ ഈടാക്കി കൊടുക്കാൻ പറഞ്ഞ് കഴിഞ്ഞ ദിവസം വിധി വന്നു. ഇവിടെ ഇപ്പൊ 285 ദിവസം കിടന്ന ആൾ തീർച്ചയായിട്ടും ഒരു കോമ്പൻസേഷൻ അറിയിക്കുന്ന ആളാണ്. ആരുടെ കുറ്റമാണ് അയാൾ ജയിലിൽ കിടക്കാൻ കാരണം? അത് പോലീസ് ഇവരെ കുറ്റം പറഞ്ഞിട്ടോ സാറന്മാരെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. അതിനകത്ത് പറയുന്ന സത്യമാണോ അത് കള്ളമാണോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടാകും. അതിനാണ് അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്തത്. ആര് പറയുന്ന അതേപടി വിശ്വസിക്കാനല്ല. അതുകൊണ്ട് ഇതൊരു പാഠമായിരിക്കട്ടെ. കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരായാലും ശരി, ആ കുറ്റച്ചാർജ് കൊടുത്തോ അതിനോട് സഹകരിച്ച ഉദ്യോഗസ്ഥന്മാർ ഈ കേസിലും കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.